ഹലോ പ്രിയപ്പെട്ട മുത്തുമണികളെ, എല്ലാവർക്കും സുഖവും സന്തോഷവും എന്ന് കരുതിക്കൊള്ളട്ടെ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നെജിലയുടെ ചാരിറ്റി തട്ടിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്തുള്ള നമ്മളുടെ ഒരു പ്രശസ്ത യൂട്യൂബർ, പ്രശസ്തി എന്ന് തന്നെ ഞാൻ പറയും. അവർക്കവർ വളരെയേറെ പ്രശസ്തയാണ്. അവരെന്തോ വലിയ ആളാണ്. മറ്റുള്ളവരെല്ലാം അവരുടെ മുമ്പിൽ എന്തോ ഏഴാം കൂലി എന്നുള്ള നിലയിലുള്ള വർത്തമാനം ഒക്കെയാണ് ആ സ്ത്രീയിലുള്ളത്. അവർ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇവർ തട്ടിപ്പ് നടത്തി എന്ന് പറയുമ്പോൾ അവർ ഒരു 6-7 കുഞ്ഞുങ്ങളുടെ ഒരു വീഡിയോ നെജില ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം GPay നമ്പർ തന്നെയാണ് വെച്ചതും. അത് കുറേ കാലങ്ങൾ, അത് നെജില ഇങ്ങനെ വന്ന് കുറച്ച് സബ്ബായി വന്ന കാലത്താണ് ഇതിട്ടിരുന്നത്. അതിലെത്ര രൂപ കിട്ടി കൊടുത്തു എന്നൊക്കെ നമ്മൾ കണ്ടു. ആ കുടുംബം ഇന്ന് വരെയും വന്നിട്ടില്ല. ഇവരെൻ്റെ കയ്യിൽ നിന്നും ഇത്ര രൂപ തട്ടിച്ചു, അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പേര് പൈസ മേടിച്ചു എന്ന് പറഞ്ഞ് അവർ ഇതുവരെയും വന്നിട്ടില്ല. പിന്നെ ഇവർ പറയുകയാണ് ഇവർ തട്ടിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ നമ്മൾ എന്ത് അനുമാനിക്കും? തെളിവ് സഹിതം നമ്മൾ പബ്ലിക്കിൽ കൊണ്ടുവന്നാൽ നമുക്കത് സത്യസന്ധമാണെന്ന് വിശ്വസിക്കാം. അല്ലാതെ ഇവരുടെ GPay വെച്ചു എന്ന് കരുതിയിട്ട് ഇവർ ഈ പറയുന്ന ലക്ഷക്കണക്കിന് രൂപ ഇവരുടെ അക്കൗണ്ടിൽ വരണമെന്നുണ്ടോ? ഇവർക്ക് അതിനു വേണ്ടിയുള്ള റീച്ച് ഉണ്ടോ? ഇത്ര ലക്ഷങ്ങൾ കൊടുക്കാനുള്ളൊരു ചാരിറ്റി പ്രവർത്തകയല്ല ഈ നെജില എന്ന് പറയുന്നവർ. അതാദ്യം മനസ്സിലാക്കുക. ഒരു വ്യക്തി ഒരു വീഡിയോ വിടുമ്പോൾ പൈസ അയക്കുന്നൊരു വെറും മണ്ടരായിരിക്കില്ല. അവരെന്തായാലും ആലോചിക്കും, ഇവർക്ക് കൊടുത്താൽ അവരുടെ കയ്യിൽ കിട്ടുമോ എന്നുള്ളത് ആലോചിച്ചിട്ടായിരിക്കും പൈസ അയക്കാറ്. പിന്നെ 100 രൂപ ചലഞ്ച് എന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചിലപ്പോൾ 100 രൂപ വീതമൊക്കെ അയക്കുമ്പോൾ അവരാ പറഞ്ഞ തുകയോ അല്ലെങ്കിൽ അത് ഇത്തിരി കൂട്ടി കിട്ടിയിട്ടുണ്ടാവും. അതാ കുടുംബത്തിന് കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ വ്യക്തമായ തെളിവുകൾ ഉൾപ്പെടെ വേണം പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വന്ന് സംസാരിക്കാനായിട്ട്. അല്ലാതെ ആ കുഞ്ഞുങ്ങളെ തട്ടിച്ച് ലക്ഷങ്ങൾ സമ്പാദിച്ചു, അതുപോലെ അടുത്തൊരാളെ തട്ടിച്ച് ലക്ഷങ്ങൾ സമ്പാദിച്ചു എന്ന് നമ്മൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വന്ന് പറയുമ്പോൾ തെളിവ് സഹിതം അല്ലെങ്കിൽ അതിലൊരു പ്രയാസം നിങ്ങൾക്ക് അനുഭവപ്പെടും. ചെയ്യാത്ത തെറ്റിന് നമ്മൾ ആരെയും ക്രൂശിക്കപ്പെടരുത്. ഇവരുടെ GPay നമ്പർ കൊടുത്താൽ അവർക്ക് ചിലപ്പോൾ GPay ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഈ ഫോൺ യൂസ് ചെയ്യാൻ അറിഞ്ഞുകൂടായിരിക്കാം. പിന്നെ അവരുടെ അവസ്ഥ കണ്ട് ഇവരൊരു സഹായം ചെയ്തു. അവർക്ക് അതൊരു സഹായമാണ്. എല്ലാവരെയും സഹായിക്കാൻ ഇപ്പോൾ എല്ലാവർക്കും പറ്റില്ല. സഹായിക്കണം, നമ്മൾ പാവങ്ങളെ സഹായിക്കണം. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏതൊരു മനുഷ്യരെയും സഹായിക്കണം. നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ അവരും കഴിച്ചോ എന്ന് അന്വേഷിക്കണം. ഒരു പുറത്ത് പോയിട്ട് നടക്കാൻ പറ്റാത്ത ഒരാൾ നമ്മൾ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അവർക്കൊരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കണം. ഒരു മരുന്നിനില്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കണം. അതുപോലെ എന്തൊരാവശ്യം, ഒരു കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പഠന പുസ്തകങ്ങളില്ലെങ്കിൽ അതെത്തിച്ച് കൊടുക്കാൻ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യണം. ഇതൊക്കെ ഒരു മനുഷ്യൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. അത് ഈ പറഞ്ഞ നെജിലയായാലും അതുപോലെ തിരുവനന്തപുരത്തിലെ യൂട്യൂബർക്കായാലും ഒക്കെ ചെയ്ത് നമ്മൾ ആരെയും കാണിച്ചു കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളുമല്ല, നമ്മളെ മനസ്സിന് ബോധ്യപ്പെടുത്തി ആ കുഞ്ഞുങ്ങൾക്ക് ചെയ്യുക. അല്ലാതെ ഈ ചാരിറ്റി തട്ടിപ്പ് നടത്തി ലക്ഷങ്ങൾ സമ്പാദിച്ചു എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ തെളിവുണ്ടെങ്കിൽ ഞാൻ അവർ പറയുന്നത് വിശ്വസിക്കാം. ഇങ്ങനൊരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, തെളിവ് സഹിതം അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവർ പബ്ലിക്കിൽ കൊണ്ടുവരട്ടെ, അത് ഞാൻ സമ്മതിക്കാം. അല്ലാതെ അവർ പറയുന്ന ഒന്നും സമ്മതിക്കാൻ ഞാനില്ല. അടുത്ത ചാരിറ്റിയുടെ ഒരു വീഡിയോ ക്ലാരിറ്റിയുമായിട്ട് ഞാൻ വരുന്നുണ്ട്. ഓരോന്നോരോന്നാണ്ട് എത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും സന്തോഷം.